ഇന്ത്യയിൽ ഇപ്പം എല്ലാ ആൾക്കാരും എക്സ്പേർട്ട് ആണ്. I would say tech sector. Infrastructure and manufacturing. I think export oriented stocks. Hospitality. Mid-cap IT. EV. I think AI has quite a lot of potential. I feel defense. I think insurance is something that's going to grow really well. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിലേക്ക് എനിക്ക് പ്രിഫറൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ ലാർജ് ക്യാപ് കമ്പനിയിലേക്കാണോ അതോ സ്മോൾ ക്യാപ് കമ്പനിയിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ലോങ് റണ്ണിൽ ഇന്ത്യ നന്നായിട്ട് വളരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏത് സ്റ്റോക്സ് ആണ് വാങ്ങേണ്ടതെന്ന് എനിക്കറിയാതെ എങ്ങനെ എനിക്ക് ഇന്ത്യയുടെ ഗ്രോത്തിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? നിക്ക് ഈ ഒരു കേസിൽ എല്ലാ സെക്ടർ അതുപോലെ തന്നെ എല്ലാ സൈസുള്ള കമ്പനിയിലേക്ക് നിക്ഷേപിക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം അത് മാത്രമല്ല അവരുടെ സൈസിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വലിയ കമ്പനിയിലേക്ക് ഞാൻ കൂടുതൽ ക്യാഷ് ആവും നിക്ഷേപിക്കുന്നത്, അതുപോലെ തന്നെ ചെറിയ കമ്പനിയിലേക്ക് കുറവ് ക്യാഷാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ ഫീൽഡിലും ഇങ്ങനെ തന്നെയല്ല ചെയ്യുന്നത്, അല്ല പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്സിൽ ഇങ്ങനെ തന്നെ ചെയ്തുകൂടെ? ഇപ്പോൾ എന്തിനാ നിങ്ങളുടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനാൻസ് മാത്രം നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കണം? ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ മിക്കപ്പോഴും നിങ്ങൾ അറിയപ്പെടുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നാവും കഴിക്കുന്നത്. കാരണം എന്താണ്? നമുക്കൊരു ഉറപ്പ് വേണം അവിടെ പോയി കഴിക്കുമ്പോൾ. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ നല്ല റിവ്യൂ കേട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ട്രൈ ചെയ്യണം നമുക്ക് തോന്നാറില്ലേ? ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പോയി അവിടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും പോകും. സോ ഈ ഒരു സെയിം കാര്യം നിങ്ങൾക്ക് സ്റ്റോക്സിലേക്ക് ചെയ്താൽ എന്താ? അപ്പോൾ നിങ്ങളുടെ പണത്തിന്റെ ഭൂരിഭാഗം ലാർജ് ക്യാപ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാവും നിങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങളുടെ കുറച്ച് എമൗണ്ട് നിങ്ങൾ സ്മോൾ ക്യാപ് കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ശരിയല്ല ഞാൻ ഈ പറഞ്ഞത്? ഇനിയിപ്പം ചെറിയ കമ്പനികളൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വലിയൊരു ഭാഗമായിട്ട് മാറും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ് കമ്പനികളുടെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളുടെ അപ്സൈഡ് പൊട്ടൻഷ്യലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 1 നിന്ന് 100ലേക്ക് പോയ ആ കമ്പനി, അതും നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമല്ലാത്ത ആ ഒരു കമ്പനി നിങ്ങൾക്ക് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിന്റെ ചാൻസ് കുറവായിരിക്കും. ശരിയാണ്, എല്ലാ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ സ്റ്റോക്സ് ട്രാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ശരിയായ സമയത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അല്ലേ? ആക്ച്വലി ഒരു ഇൻഡെക്സ് ഇത് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ നിഫ്റ്റി 50 ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ്. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് 50 ലാർജസ്റ്റ് കമ്പനികളാണ് ഈ ഒരു ഇൻഡെക്സിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പോൾ മാർക്കറ്റിൽ അറൗണ്ട് 96% ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോയുടെ വലിയൊരു ഭാഗം ലാർജ് ക്യാപ് കമ്പനികളാണ്. ഇനി എന്താണ് ബാക്കിയുള്ളത്? അത് മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചെറിയ കമ്പനികളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോയുടെ വലിയൊരു ഭാഗമാകും. ചെയ്തിട്ടുണ്ട് എന്നാണ് ഉത്തരം. ഇപ്പോൾ കഴിഞ്ഞ 1, 3, 5, 10 അതുപോലെ 15 വർഷത്തിൽ ഈ ഒരു ഇൻഡെക്സ് നിഫ്റ്റി 50നേക്കാളും കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ ഷാർപ്പ് റേഷ്യോ ഉണ്ട്. അപ്പോൾ അതായത് മാർക്കറ്റിൽ ഇപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ റിസ്ക് കൂടുതലാണ് ബട്ട് റിട്ടേൺസ് മിനിമം ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം? സോ ഇവിടെയാണ് ഷാർപ്പ് റേഷ്യോ വരുന്നത്. ഒരു യൂണിറ്റ് റിസ്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് ആണ് തരുന്നത് എന്നാണ് ഷാർപ്പ് റേഷ്യോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചറിലും അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒരു രീതിയിലും സ്കീമിൻ്റെ പെർഫോമൻസിനെ കാണിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ഇല്ലുസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് കാണിച്ചേക്കുന്നത്. സോ ഇതാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഫൈനലി ഗ്രോ ഇന്ത്യയുടെ ഫസ്റ്റ് ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഉദ്ദേശം നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നതാണ്. സോ ഈ ഒരു ഫണ്ട് വഴി നിങ്ങൾക്ക് ടോട്ടൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ജസ്റ്റ് ഒരു 100 രൂപയുടെ മന്ത്ലി SIP വഴി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് US-ലുണ്ട്. അപ്പോൾ ഇൻഫാക്ട് അവരുടെ ലാർജസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് വരുന്നത് വാൻഗാർഡ്സ് ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അവരുടെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് ഏകദേശം $1.4 trillion ആണ്. That's all for now. Until next time, bye. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കും മുമ്പ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കെയർഫുള്ളി.